ഇത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോറ് ഉണ്ടാക്കാൻ തേടി നോക്കാം. ഈ ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കണം, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ ട്രെയിൻ യാത്രയൊക്കെ പോകുമ്പോൾ ഇതേപോലെ ചോറുണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറിയാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം ഇതിന് അത്യാവശ്യം നല്ല എരിവും നല്ല പുളിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ഞാനിവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിലുള്ള ചെയ്യാം. അതേപോലെ നല്ലെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാം. ഈ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 5 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചുവന്നുള്ളി എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ വലിയ ടൈപ്പാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ ചുവന്നുള്ളി ആണെന്നെങ്കിൽ ഒരു 8 അല്ലെങ്കിൽ ഒരു 10 ചുവന്നുള്ളി എടുക്കുക. അതിപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് ചുവന്നുള്ളി ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചുവന്നുള്ളി നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം സവോള ഇരുന്നാലും കുഴപ്പമില്ല. സവോളയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സവോള എടുക്കുക. പക്ഷേ ചുവന്നുള്ളി കിട്ടുകയാണെങ്കിൽ ചുവന്നുള്ളി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ചുവന്നുള്ളിക്കായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വാളംപുളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത്രയ്ക്ക് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വാളംപുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മിക്കപ്പോഴും കടയിൽ നിന്ന് കിട്ടുന്ന വാളംപുളി ഇതേപോലെ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടായ വെള്ളത്തിൽ ഈ വാളംപുളി ഒരു 10 മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ വാളംപുളി പിഴിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഈ വാളംപുളി നമ്മുടെ ഈ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങക്കൊത്താണ്. തേങ്ങക്കൊത്തി ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കയ്യിൽ വലിയൊരു പിടി തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഈ തേങ്ങക്കൊത്തൊക്കെ നമ്മൾ വറുത്തിട്ട് ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഒരു ഏകദേശം അളവിലെടുക്കുക. കൃത്യം ഇത്രയ്ക്ക് തന്നെ വേണമെന്നില്ല. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഞാനിവിടെ ഇതേപോലെ ഇത്രയ്ക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചത്. ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. നമ്മൾ ഇഞ്ചി മുളിക്കൊക്കെ ചേർക്കില്ല, അതേപോലെ ഇഞ്ചി അത്യാവശ്യം നന്നായിട്ട് ചേർക്കുക. ഈ ഇഞ്ചി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഉണക്കമുളക് വേണം. ഞാനിവിടെ 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഒന്ന് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഞാനിവിടെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചെനദാലല്ല ഞാൻ എടുത്തേക്കണത്. പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്കിങ്ങനെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലത്തെ പൊട്ടുകടലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൊട്ടുകടല ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടുകടലയ്ക്ക് പകരം ചെനാദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ പൊട്ടുകടലയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ചെനാദാലാണ് എടുക്കണമെന്നുണ്ടെങ്കിലും 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ കടുക് വേണം. കടുക് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം, മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് കായത്തിൻ്റെ പൊടിയും ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചോറ് മിക്സ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ആ ചോറ് ഇത്രയ്ക്ക് അളവൊന്നുമില്ല. അത് ഏകദേശം ഒരളവിലിട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അത് റെഡിയാക്കാൻ പോണതിന് മുമ്പ് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇതേപോലെ ഇങ്ങനെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി കുറച്ച് നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്യണം, ഇപ്പോൾ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തരി പോലെ ആവും. വെള്ളമൊന്നും ചേർക്കരുത്. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ഞാനിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതേപോലെ നമ്മൾ അച്ചാറിലേക്ക് നല്ലെണ്ണ ഉപയോഗിക്കില്ലേ, ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നല്ലെണ്ണയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ സെസ്മി ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ചേർക്കുക. പിന്നെ ഇവിടെ ഞാനിപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അമേരിക്കയിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കോസ്കോയിൽ ഇതേപോലെ ഇങ്ങനെ ടോസ്റ്റഡ് സെസ്മി ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സോയാ സോസിൻ്റെയൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇപ്പോൾ മിക്കപ്പോഴും കറിക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അതിൻ്റെ ടേസ്റ്റ്. അത് നിങ്ങളത് ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ച് നോക്കിക്കോ, കോസ്കോയിലുണ്ട്.
ഇപ്പം ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത് ഇതേപോലെ ഈ ടോസ്റ്റഡ് അല്ല കേട്ടോ, സാധാരണ ടോസ്റ്റ് ചെയ്യാത്ത സെസമി ഓയിൽ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക. അല്ലെങ്കിൽ കടുക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം ഞാൻ കടുകൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടുക് അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കടുക് ഒരു 3/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളകും ഞാൻ തന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കടുകും പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങക്കൊത്ത് ചേർക്കാം. പൊട്ടുകടല ചേർക്കാം. കാരണം ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണല്ലോ. ഇതൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ വെള്ളം കൊണ്ട് ഇഞ്ചി ആയിരുന്നാലും ഇതൊന്നും നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുവന്നുള്ളിയുടെ വെള്ളം കൊണ്ട് ഇഞ്ചിയൊന്നും നമുക്ക് ശരിക്കും മുരിഞ്ഞിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇത് നന്നായിട്ട് മുരിക്കണം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് നല്ല കിളിക്കട്ടം പോലെ കിളിക്കണം. തേങ്ങയായിരുന്നാലും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തേങ്ങക്കൊത്തായിരുന്നാലും മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഇതിൻ്റെ മസാലപ്പൊടികളും കൂടിയിട്ടാണ്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് മുരിയണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടി ഒന്നല്ലെങ്കിൽ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. മുളക് പൊടി ചേർക്കുമ്പോഴായിരുന്നാലും തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കാരണം ഇതിനകത്ത് ഓയിലേക്ക് നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി ഇട്ട വഴിക്കാൻ അങ്ങോട്ട് കരിയും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. മുളക് പൊടി പെട്ടെന്ന് മുരിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ആയിരുന്നാലും തേങ്ങക്കൊത്തായിരുന്നാലും പൊട്ടുകടലായിരുന്നാലും എല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. ഈ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഓയിൽ കുറവാണ്. ഞാനിതിലേക്ക് നല്ലെണ്ണയാണല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഞാനിതിലേക്ക് കുറച്ചും കൂടി നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. കാരണം ഈ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പം അതനുസരിച്ചിട്ടുള്ള ഓയിൽ ഇതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാളംപുളി അവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. അത് നമ്മൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഞാൻ ഇതിലേക്ക് ഇതിങ്ങനെ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വാളംപുളിയുടെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർക്കാം. ഞാൻ സാധാരണ ശർക്കര ചേർക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ശർക്കര തീർന്നിരിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഹലുവയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശർക്കര തീർന്നു. പിന്നെ ഞാൻ വാങ്ങാനും മറന്നുപോയി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി നിങ്ങൾ ഇതിലേക്ക് ചേർത്തു. പുളിരസം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അതിന് കൃത്യമായിട്ട് ഒരു അളവൊന്നുമില്ല. എനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വാളംപുളി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിച്ചേക്കണ ഈ എണ്ണയൊക്കെ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ പുളി കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ പുളി ചേർക്കാം. ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാം നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. എരിവായിരുന്നാലും അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോറും കൂടി മിക്സ് ചെയ്യുമ്പോൾ എരിവ് കറക്റ്റ് പാകമായിട്ട് വരും.
ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ കഴിക്കാൻ എടുക്കുന്ന ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ചോറ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചോറ് ഒരു സർവിംഗ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അത് നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ ചോറുണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറിയാലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിന് അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട്. ഏതാണ്ട് നമ്മൾ അച്ചാറൊക്കെ മിക്സ് ചെയ്തിട്ട് ചോറ് ഉണ്ണണ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.